സർക്കാരിന് ബാക്കിയുള്ള 1.5 വർഷ കാലയളവിൽ പിഴവുകൾ തിരുത്തി മുന്നോട്ടു പോകണമെന്ന CPM ജില്ലാ സമ്മേളനത്തിൽ അഭിപ്രായം. ജില്ലയിലെ മാധ്യമങ്ങൾ CPMനെ വേട്ടയാടുന്നതായി സമ്മേളനത്തിൽ അഭിപ്രായം ഉയർന്നുവെന്നും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വലിയ പദ്ധതികൾ വലതുപക്ഷ മാധ്യമങ്ങൾ മറച്ചുപിടിക്കുക മാത്രമല്ല, സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല എന്ന പ്രചരണം നടത്തുകയാണെന്ന് സുരേഷ് ബാബു കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ എയർപോർട്ട്, വാട്ടർ മെട്രോ, 6 വരി പാത എന്നിവ ഈ സർക്കാരിന്റെ നേട്ടങ്ങളിൽ ചിലതു മാത്രമാണ്. കർഷകന്റെ നെല്ലുവില നൽകാൻ കാലതാമസം വന്നു എന്നത് സമ്മതിക്കുന്നു. കേന്ദ്രം തടഞ്ഞുവെച്ച 650 കോടി കിട്ടിയാൽ തീരുന്ന പ്രശ്നമാണിത്. BJP സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകണമെന്ന് 15 ഏരിയകളിൽ നിന്നായി 39 പേർ ചർച്ചയിൽ ഉന്നയിച്ചത്. CPM അനുഭാവികൾ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ടത് വലിയ രീതിയിൽ ആഘോഷമാക്കി. എലപ്പുള്ളി ബ്രൂവറി അടക്കമുള്ള വ്യവസായങ്ങൾ ആവശ്യമായ നിയമവ്യവസ്ഥിതി നോക്കി നടപ്പിലാക്കും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇനി വരാൻ പോകുന്ന 1.5 വർഷ കാലയളവിൽ വളരെ ചെറിയ കുറവുകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതും ചർച്ചയുടെ വിഷയമായി. എന്നാൽ രാജ്യത്ത് മാതൃകയായി രാജ്യത്തിലെ മറ്റൊരു സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ചെയ്യാൻ കഴിയാത്തതും എത്തിപ്പെടാൻ സാധിക്കാത്തതുമായ വ്യവസായ മേഖലയിലും പൊതുവെ കേരളത്തിൻ്റെ വികസന പ്രക്രിയയിലും വലിയ മുന്നേറ്റമുണ്ടാക്കിയെടുക്കാൻ ഈ കാലയളവിൽ സാധിച്ചു. ആ ഗവൺമെൻറ്റിനെ കള്ളപ്രചരണത്തിലൂടെ കേരളത്തിലെ UDFും BJPയും അവരെ സഹായിക്കുന്ന, അവരെക്കാൾ വർദ്ധിത വീര്യത്തോടുകൂടി കള്ളപ്രചരണം നിർവഹിക്കുന്ന കേരളത്തിലൊരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങളും കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെ ചെറിയ കാര്യങ്ങളെപ്പോലും പർവ്വതീകരിച്ച് പ്രചരിപ്പിക്കുകയും കേരളത്തിലെ ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കൽ നിർബാധം തുടരുകയാണ്. നെൽ കർഷകന് താങ്ങുവില നിശ്ചയിച്ചു. 7 രൂപ 50 പൈസയായ നെല്ലിൻ്റെ താങ്ങുവില ഒറ്റടിക്ക് 17 രൂപ 50 പൈസയാക്കി മാറ്റി. ഇപ്പോൾ ഘട്ടം ഘട്ടമായി 28 രൂപ 32 പൈസയാക്കി മാറ്റി. ഒരു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ വർദ്ധിപ്പിച്ചതിന് അനുപാതമായി കേരള ഗവൺമെൻറ് വർദ്ധിപ്പിക്കുന്നില്ലല്ലോ എന്ന ആക്ഷേപം ബോധപൂർവം ഉയർത്തുന്നുണ്ട്. ഈ രാജ്യത്ത് നെല്ലിൻ്റെ താങ്ങുവില നിശ്ചയിക്കേണ്ടത് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളല്ല. അതിൻ്റെ പൂർണ്ണ ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റാണ്. സംഭരിച്ച നെല്ലിൻ്റെ പണം അരിയാക്കി വിപണികളിൽ സപ്ലൈകോ വഴി അരിയാക്കി വിപണികളിൽ എത്തിച്ചിട്ടും ആ കൊടുത്ത അരിയുടെ പണം കേന്ദ്ര ഗവൺമെൻറ് 650 കോടി രൂപ തടഞ്ഞു വെച്ചു. ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും മിണ്ടിയില്ല. സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, ചിറ്റൂർ ഏരിയ സെക്രട്ടറി R ശിവപ്രകാശ് എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.